എൻ്റെ മാതാപിതാക്കളുടെയോ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അതുപോലെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലുമൊക്കെ കണ്ണുനീര് ഞാൻ കാരണം വീണിട്ടുണ്ടെങ്കിൽ ഓർക്കുക, ആ കണ്ണുനീര് തുടയ്ക്കാതെ എനിക്കൊരു ഉയർച്ച ഉണ്ടാകില്ല. എത്ര ദാനധർമ്മങ്ങൾ ചെയ്താലും, എത്ര വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ ഓടി നടന്നാലും, ആരുടെയെങ്കിലുമൊക്കെ കണ്ണുനീര് ഞാൻ കാരണം വീണിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീര് തുടയ്ക്കാതെ എനിക്കൊരു ഉയർച്ച ഉണ്ടാകില്ല. നമ്മളപ്പോൾ തടസ്സം എന്ന് പറയും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറേ ബന്ധനം ശരിയാവണില്ല എന്നൊക്കെ പറയുമ്പോൾ ഓർക്കുക, ഇതുപോലെ ആരുടെയെങ്കിലും നിഷ്കളങ്കമായ ഏതെങ്കിലും വ്യക്തിയുടെ കണ്ണുനീര് ഞാൻ കാരണം വീണിട്ടുണ്ടോ എന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ സ്വർണം മാറ്റി വെച്ചതായിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ പൈസ എടുത്തതായിരിക്കും, ചതിച്ച് മാറ്റിയതായിരിക്കും, അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ അതിർത്തി മാറ്റിയിട്ടതായിരിക്കും. ഇങ്ങനെ കുറേയേറെ കാര്യം, അല്ലെങ്കിൽ കേസിൽ വാക്കുമാറി പറഞ്ഞതായിരിക്കും. എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കിടക്കുന്നെങ്കിൽ ഓർക്കുക, ആരുടെയും ചുമരിലെ കുരിശ് വെച്ച് കൊടുക്കാതിരിക്കുക, ആരുടെയും കണ്ണുനീര് വീഴ്ത്താതിരിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. രണ്ടാമതായിട്ട്, കുരിശ് വഹിക്കുന്നവൻ്റെ കൂടെ കർത്താവ് ഉണ്ടാകും, അവനെ സഹായിക്കാൻ കർത്താവ് ഉണ്ടാവും. ആ കുരിശിന്റെ സമയത്ത് അവൻ തന്നെക്കല്ല എന്നുള്ള ചിന്ത അവന് വേണ്ടത്, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടാവും. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ കൂടെ കർത്താവ് അനുധാവനം ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാ. ആ സമയത്ത് ആരുണ്ടാകില്ല, സഹോദരിമാരോ അല്ലെങ്കിൽ സഹോദരന്മാരോ ഭാര്യയോ ഭർത്താവോ മക്കളോ ആരോ, നമുക്കറിയുന്ന സമയത്ത് ആരുണ്ടാകില്ല. നമ്മ തന്നെ കരയാനുണ്ടാവുള്ളൂ, നമ്മ തന്നെ കരയണം. കരയുമ്പോൾ നീയല്ല കണ്ണുനീര് തുടയ്ക്കുക, നിന്റെ ദൈവമാണ് നിന്റെ കണ്ണുനീര് തുടയ്ക്കുക എന്ന് നീ മനസ്സിലാക്കുക. കർത്താവ് നിന്റെ കണ്ണുനീര് കാണുന്നുണ്ട്. അതുകൊണ്ട് സംഗീതം 56:8 പറയുന്നു, അവിടെ നിന്റെ അലച്ചലുകൾ എന്നിട്ട് കണ്ണുനീർ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. നിഷ്കളങ്കമായി സഹിക്കുന്നവന്റെ കണ്ണുനീര് കർത്താവ് കുപ്പിയിൽ ശേഖരിക്കും. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.